മൈ ചാനൽ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ പ്രാക്ടിക്കൽ എക്സാമിനുള്ള പോർഷൻസ് ആണ് ഇന്നിവിടെ റിവൈസ് ചെയ്യുന്നത്. ഇത് പൈ ചാർട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആദ്യം റേഞ്ച് സെലക്ട് ചെയ്യണം. നമ്മുടെ റേഞ്ച് A1 മുതൽ ഈ സെല്ല് മുതൽ G2 വരെയാണ്. അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇങ്ങനെ വേണം സെലക്ട് ചെയ്യാൻ. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഒരു പ്ലസ് സൈൻ വന്നിരിക്കുന്നുണ്ടോ? ഈ പ്ലസ് സൈനിൽ പിടിച്ചിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ മുകളിലത്തെ അതേ കോളത്തിലെ തന്നെ താഴേക്കും വരും. കണ്ടോ, ആ സെല്ലിലുള്ളത് തന്നെ താഴേക്കും വന്നു. കണ്ടോ, ഇത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് തന്നെ വരും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ താഴേക്ക് വലിക്കുക, എന്നിട്ട് ഇവിടെ വരെ G2 വരെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത്ര സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് എടുക്കുക. ഇൻസേർട്ടില് ചാർട്ട് കിടപ്പുണ്ട്. ആ ചാർട്ടില് ഏത് ചാർട്ടാണ് വേണ്ടതെന്ന് ഇവിടെ സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ടത് ഏതാ? പൈ ചാർട്ട് ആണ് വേണ്ടത്. പൈ ചാർട്ട് സെലക്ട് ചെയ്യുക. പിന്നെ ഈ സൈഡിൽ കിടക്കുന്നുണ്ടോ ചാർട്ട് ടൈപ്പ്? ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് ഏതാ? പൈ ചാർട്ട് എന്നുള്ള ചാർട്ട് ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ഡേറ്റ റേഞ്ച് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തല്ലോ ഇവിടെ. ഡേറ്റ റേഞ്ചിനകത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് റോ ആസ് ലേബൽ, ഫസ്റ്റ് കോളം ആസ് ലേബൽ. ഇത് ടിക്ക് ഉണ്ടോ എന്ന് നോക്കുക. ടിക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഡേറ്റ സീരീസ്. ഇതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക. നെക്സ്റ്റ് ചാർട്ട് എലമെന്റ്സിൽ ഇവിടെ ടൈറ്റില് ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് കൊടുക്കുക. ഞാനിപ്പോ ABC ലിമിറ്റഡ് എന്ന് കൊടുക്കുവാണ്. ഇതാണ് എന്റെ കമ്പനിയുടെ പേര്, ABC ലിമിറ്റഡ്. നെക്സ്റ്റ് ഇതിന്റെ സബ് ടൈറ്റിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തായിരിക്കും. ഇപ്പൊ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വെഹിക്കിളിന്റെ നമ്പർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെന്ന് കൊടുക്കാം? വെഹിക്കിൾ സെയിൽസ് ഡീറ്റെയിൽസ് എന്ന് കൊടുക്കാം. വെഹിക്കിൾ സെയിൽസ് ഡീറ്റെയിൽസ്, അതാണ് നമുക്ക് സബ് ടൈറ്റിലായിട്ട് വരേണ്ടത്. ഇപ്പൊ മെയിൻ ടൈറ്റിൽ എന്താണ്? ABC ലിമിറ്റഡ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വെഹിക്കിൾ സെയിൽസ് ഡീറ്റെയിൽസ് എന്ന് കാണിക്കും. പിന്നെ ഈ പൈ ചാർട്ട് ആയതുകൊണ്ട് തന്നെ X ആക്സിസോ Y ആക്സിസോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമ്മുടെ പൈ ഡയഗ്രാം റെഡി ആയിട്ടുണ്ട്. ഇതാണ് ലെജൻഡ് എന്ന് പറയുന്നത്. ലെജൻഡ് ഏത് സൈഡിലാണ്? റൈറ്റ് സൈഡിലാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഏത് സൈഡ്? നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെയാണ് കിട്ടേണ്ടത്. ഇത്രേ ഉള്ളൂ. മനസ്സിലായെന്ന് വരുന്നു. പൈ ചാർട്ടിൽ കോളം ചാർട്ടും ലൈൻ ചാർട്ടും ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് വിനോദിന്റെയും തോമസിന്റെയും ഓരോ വർഷത്തെയും കമ്മീഷൻ ആണ് തന്നിരിക്കുന്നത്. ഈ ഡേറ്റ സെലക്ട് ചെയ്യുക. ഡേറ്റ റേഞ്ച് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചാർട്ട് ടൈപ്പില് കോളം ചാർട്ട് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കോളം. നെക്സ്റ്റ് ഡേറ്റ റേഞ്ചിൽ ഇവിടെ ഫസ്റ്റ് റോ ആസ് ലേബൽ മാത്രമേ ടിക്ക് വന്നിട്ടുള്ളൂ. ഫസ്റ്റ് കോളം ആസ് ലേബൽ എന്നുള്ളത് കൂടെ ടിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഡേറ്റ സീരീസ്. ഇതിനകത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയുക. ചാർട്ട് എലമെന്റ്സിനകത്ത് ടൈറ്റില് കമ്പനിയുടെ പേര് കൊടുക്കുക. ABC ലിമിറ്റഡ് എന്ന് തന്നെയാണ് പേര് കൊടുക്കുന്നത്. ABC ലിമിറ്റഡ്. നെക്സ്റ്റ് സബ് ടൈറ്റില് നമുക്കിവിടെ കമ്മീഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ കമ്മീഷൻ ഏൻഡ് തന്നെ നമുക്ക് കൊടുക്കാം.
കമ്മീഷൻ ഉണ്ട്. ഇനി ഇവിടെ എക്സ് ആക്സിസിൽ നമുക്ക് വരേണ്ടത് ഈ ഫസ്റ്റ് കിടക്കുന്ന ഇയർ ആണ് വരേണ്ടത്. ഇയർ എന്നുള്ളത് കൊടുക്കുക. വൈ ആക്സിസിൽ നമുക്ക് വരേണ്ടത് കമ്മീഷൻ. അപ്പോൾ ഇത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ചാർട്ട് റെഡി ആയിട്ടുണ്ട്, കോളം ചാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കോളം ചാർട്ടിനെ ലൈൻ ചാർട്ട് ആക്കി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ചാർട്ടിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചാർട്ട് ടൈപ്പ് വരും. ആ ചാർട്ട് ടൈപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് അടുത്തത് വേണ്ട ഏതാ? ലൈൻ ചാർട്ടാണ്. ലൈൻ ചാർട്ടിൽ ലൈൻസ് ഓൺലി സെലക്ട് ചെയ്താൽ മതി. ഓക്കെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ലൈൻ ചാർട്ട്, കോളം ചാർട്ട് മാറി അവിടെ ലൈൻ ചാർട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യനകത്ത് കോളം ചാർട്ട് മാത്രം ചെയ്യാനുണ്ട്. അതിനകത്താണെങ്കിൽ നിങ്ങൾ ഈ ലൈൻ ചാർട്ടിന്റെ പോർഷൻ മാത്രം ഒഴിവാക്കുക, കോളം ചാർട്ട് വരെ ചെയ്യുക. ഡിപ്രീസിയേഷന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. SLN ഫംഗ്ഷൻ വെച്ച് ചെയ്യാനാണ്. SLN ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ? സ്ട്രെയിറ്റ് ലൈൻ ഫംഗ്ഷൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഡിപ്രീസിയേഷന്റെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ കോസ്റ്റും ഡിപ്രീസിയേഷനും ആണ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പർച്ചേസ് കോസ്റ്റ്, ഇൻസ്റ്റാളേഷൻ ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, പ്രീ ഓപ്പറേറ്റിംഗ് ചാർജ്. ഈ ചാർജുകൾ എല്ലാം കൂടെ കൂട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇക്വേഷൻ ടൈപ്പ് ചെയ്യുക. ഈക്വൽ ടു ഇടാൻ മറക്കരുത്. ഈക്വൽ ടു ഇട്ടാൽ മാത്രമേ ഇക്വേഷൻ വർക്കിംഗ് ആവൂ. B2 എന്ന് പറയുന്നത് ഈ സെല്ലാണ് കേട്ടോ. പ്ലസ് C2 പ്ലസ് D2 പ്ലസ് E2. ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് അവിടുത്തെ ടോട്ടൽ കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ സൈഡില് ഈ പ്ലസ്സില് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. താഴേക്കും ആ ഇക്വേഷൻ അവിടെ ആപ്ലിക്കബിൾ ആവും. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ മുകളിൽ യൂസ് ചെയ്തത് B2 C2 D2 എന്നല്ലായിരുന്നു. താഴേക്ക് ഡ്രാഗ് ചെയ്തപ്പോൾ അത് B3 C3 D3 E3 ഇതിന്റെ എല്ലാം കൂടെ ടോട്ടൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ മെഷീനറിയുടെ ടോട്ടൽ കോസ്റ്റും കിട്ടി, ഫർണിച്ചറിന്റെ ടോട്ടൽ കോസ്റ്റും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് SLN ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഡിപ്രീസിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു SLN. ഫംഗ്ഷൻ അറിയാം. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫംഗ്ഷൻ ബ്രാക്കറ്റിലാണ്. അവിടെ നമുക്ക് ഇക്വേഷൻ അവിടെ തന്നെ എഴുതി വന്നിട്ടുണ്ട് കണ്ടോ. കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച ടോട്ടൽ കോസ്റ്റ് എത്രയാ? H2 അത് കിടക്കുന്നത് അല്ലെ. H2 കോമ ആണ്, പ്ലസ് ഒന്നും ഇടരുത്. H2 കോമ. പിന്നെ നമുക്ക് വേണ്ടത് സാൾവേജ് വാല്യൂ ആണ്. സാൾവേജ് വാല്യൂ കിടക്കുന്നത് F2 F2 കോമ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ലൈഫ് ഇൻ ഇയർ. എത്ര വർഷത്തേന് ഈ അസറ്റ് ഉണ്ടെന്ന്. എത്ര വർഷത്തേനാ? 10 വർഷത്തേനാണ് അത് കിടക്കുന്നത്. G2 ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ അടിക്കുക. ഇപ്പൊ നമുക്ക് ഡിപ്രീസിയേഷന്റെ വാല്യൂ കിട്ടി. ഇത് പ്ലസ്സിൽ താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. താഴേക്ക് ആ ഇക്വേഷൻ അപ്ലൈ ആകും. അപ്പൊ അവിടെ ഡിപ്രീസിയേഷൻ കിട്ടും. ഇത് SLN ഫംഗ്ഷൻ എളുപ്പമുള്ള ഒരു മെത്തേഡാണ്. ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും ഡേറ്റാസ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. നമ്മളോട് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം, ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈക്വൽ ടു ഏതൊക്കെ കോസ്റ്റാണ് നമുക്ക് ഇവിടെ ഉള്ളത്? B4 കോസ്റ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി കിടപ്പുണ്ട്. അത് B4 കിടക്കുന്നത്. B4 പ്ലസ് തൊട്ട് താഴെ കിടപ്പുണ്ട് ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്. അതെവിടെയാ കിടക്കുന്നത്? B5 കിടക്കുന്നത്. B5
പ്ലസ് തൊട്ട് താഴെ പ്രീ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കിടപ്പുണ്ട്. അത് B6-ലാണ് കിടക്കുന്നത്. B6 ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. ഇപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഡിപ്രീസിയേഷന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സ്ട്രേറ്റ് ലൈൻ മെത്തേഡുമായിട്ട്, അതായത് SLN ഫംഗ്ഷനുമായിട്ട് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഇക്വേഷനകത്ത്, ശ്രദ്ധിച്ചോണം. ഈക്വൽ ടു, ഇവിടെ DB ഫംഗ്ഷൻ ആണ്. DB ആണോ? ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കോസ്റ്റ്, നമ്മുടെ കോസ്റ്റ് എത്രയായിരുന്നു? ഈ 36,000 ആണ്. അത് B11-ലാണ് കിടക്കുന്നത്. B11 കോമ, നമുക്ക് വേണ്ടത് എന്താ? സാൾവേജ് വാല്യൂ. സാൾവേജ് വാല്യൂ കിടക്കുന്നത് B7 അകത്താണ്. B7 കോമ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എക്സ്പെക്റ്റഡ് ലൈഫ് B8-ൽ, എക്സ്പെക്റ്റഡ് ലൈഫ് കോമ, നെക്സ്റ്റ് B10-ല് പീരിയഡ് കിടപ്പുണ്ട്, ആ പീരിയഡ് കോമ, നെക്സ്റ്റ് B12-ല് മന്ത് കിടപ്പുണ്ട്. അപ്പൊ ഇത്രയും അടിച്ചതിന് ശേഷം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇനി എൻ്റർ അടിക്കുക. ഇപ്പൊ നമുക്ക് ഡിപ്രീസിയേഷന്റെ വാല്യൂ അവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് മുമ്പേ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനകത്ത് ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ കണ്ടാൽ മതിയായിരുന്നു. ഈ DB ഫംഗ്ഷന്റെ ക്വസ്റ്റ്യനകത്ത് 5 വർഷത്തെ ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടണം. അതിന് ഈക്വൽ ടു DB ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ കോസ്റ്റ് എത്രയാ പറഞ്ഞിരിക്കുന്നത്? പർച്ചേസ് കോസ്റ്റ് തന്നിട്ടുണ്ട്, കോമ, സാൾവേജ് വാല്യൂ തന്നിട്ടുണ്ട്, കോമ, ലൈഫ് തന്നിട്ടുണ്ട്, കോമ. ഇങ്ങനെ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് കിട്ടുമോ? ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. നമ്മൾ ആദ്യത്തെ DB ഫംഗ്ഷനകത്ത് ചെയ്തപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഒരു വാല്യൂ, ഈ 1 പറയുന്ന ഇതിന്റെ ഒന്നാമത്തെ വർഷത്തെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും ഡിപ്രീസിയേഷന്റെ. പക്ഷെ താഴേക്ക് ഡ്രാഗ് ചെയ്താൽ വാല്യൂ കിട്ടത്തില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ബിയുടെ അവിടെ ഡോളർ സൈൻ കൂടെ കൊടുക്കണം, ഡോളർ സിമ്പിൾ. അപ്പോ ഡോളർ സിമ്പിൾ കഴിഞ്ഞിട്ട് B, വീണ്ടും $1. അതുപോലെ തന്നെ വേണം ഇവിടെയും ചെയ്യാനായിട്ട്. 2, 3. അപ്പൊ ഈ 3 നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കോമ ഇട്ടതിന് ശേഷം നോക്കിയേ, ഈ 1 കിടക്കുന്നത് ഏത് സെല്ലിലാണ്? A6 എന്ന് പറയുന്ന സെല്ലിലാണ്. A6. ഇനി ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്തിനാ നമ്മൾ A6 സെലക്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഒന്നാമത്തെ വർഷത്തെയാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അതുകൊണ്ട് നമ്മൾ A6 ക്ലിക്ക് ചെയ്തു, എൻ്റർ. ഇപ്പൊ ഇവിടെ നമുക്ക് ഒന്നാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. താഴേക്ക് ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ കിട്ടും. ഇപ്പോൾ ഓർത്ത് വെച്ചോണം, ഇവിടെ നമ്മൾ ഈ ഡോളർ സൈൻ കൊടുത്തത് കൊണ്ടാണ് താഴേക്ക് ഡ്രാഗ് ചെയ്തപ്പോൾ നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടിയത്. ഒരു വർഷത്തെ മാത്രം കണ്ടുപിടിച്ചാൽ മതിയെങ്കിൽ ഡോളർ സൈൻ യൂസ് ചെയ്യേണ്ട. താഴേക്ക് ഡ്രാഗ് ചെയ്യേണ്ട ക്വസ്റ്റ്യനകത്ത് ഡോളർ സൈൻ യൂസ് ചെയ്യണം. പേറോൾ അക്കൗണ്ടിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കുറച്ച് സ്റ്റാഫിന്റെ പേര് തന്നിട്ടുണ്ട്, അവരുടെ ബേസിക് പേ തന്നിട്ടുണ്ട്, പിന്നെ PF-ന്റെ ലോണും തന്നിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡിയർനെസ് അലവൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ബേസിക് പേയുടെ 36% എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഈക്വൽ ടു ബേസിക് പേ കിടക്കുന്നത് B2-ലാണ്. B2 ഇൻറ്റു 36%. എൻ്റർ അടിക്കുമ്പോൾ അവിടെ റിസൾട്ട് കിട്ടും. ഇനി ഈ ഡിയർനെസ് അലവൻസ് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. പ്ലസ് സൈൻ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ ഈക്വേഷൻ താഴേക്ക് അപ്ലൈ ആകും. റിസൾട്ട് താഴെ വരെയുള്ളത് കിട്ടും. നെക്സ്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് HRA ₹1,750 for employees basic pay greater than ₹52,000, for others ₹1,500. 52,000 മുകളിലേക്ക് ബേസിക് പേ ഉള്ളവർക്ക് ഹൗസ് റെന്റ് അലവൻസ് 1,750 അതിന് താഴേക്കുള്ളവർക്ക് 1,500 കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു കണ്ടീഷൻ ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. നമുക്കറിയാം കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഇഫ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ D2-ല് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് HRA എന്നുള്ളത്. അവിടെ നമ്മൾ ഇക്വേഷൻ ടൈപ്പ് ചെയ്യുക. ഈക്വൽ ടു എന്ത് ഫംഗ്ഷനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്? ഇവിടെ ഇഫ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ B2-ൽ കിടക്കുന്ന ബേസിക് പേ എത്രയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 52,000 ആണെങ്കിൽ എത്ര വരും? 1,750 വരും. അല്ലെങ്കിൽ അല്ലാത്തവർക്ക് എത്ര വരും? 1,500 വരും. അപ്പൊ നമ്മുടെ കണ്ടീഷൻ കഴിഞ്ഞു. ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ താഴേക്ക് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പൊ താഴെ വരെയുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് TA ₹4,000 പെർ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനും 400 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 400 ഇവിടെ 400 ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കണം. നമ്മൾ താഴേക്ക് ഡ്രാഗ് ചെയ്താൽ ഇവിടെ ഒരു പ്രശ്നം വരും. ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഇനി നിങ്ങൾ ഇവിടെ 400 ടൈപ്പ് ചെയ്തു. ഇവിടെ താഴേക്ക് നിങ്ങൾ ഡ്രാഗ് ചെയ്താൽ കണ്ടോ 1 2 3 കൂടി വന്നിരിക്കുന്ന കേട്ടോ 401 എന്ന്. അങ്ങനെ ചെയ്ത് ഇവിടെ 400 ഇവിടെയും 400 ടൈപ്പ് ചെയ്യുക. ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ താഴേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പൊ താഴേക്ക് 400 കിട്ടും. അപ്പൊ TA കിട്ടിയിട്ടുണ്ട്, ട്രാവലിംഗ് അലവൻസ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഗ്രോസ് പേ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഗ്രോസ് പേ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് PF സബ്സ്ക്രിപ്ഷൻ 10% ഓഫ് ഗ്രോസ് പേ. അപ്പൊ 10% PF-ന്റെ വാല്യൂ 10% ഓഫ് ഗ്രോസ് പേ ആണെങ്കിൽ എന്ത് നമ്മൾ കണ്ടുപിടിക്കണം? ഇവിടെ ഗ്രോസ് പേ കണ്ടുപിടിക്കണം. ഗ്രോസ് പേ എന്ന് പറയുന്നത് ഏതൊക്കെ കൂട്ടുന്നതാണ്? അവരുടെ ബേസിക് പേ, DA, HRA, TA ഇതെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും അവരുടെ ഗ്രോസ് പേ. അവർക്ക് ആകെ കിട്ടുന്ന എമൗണ്ട് ഈക്വൽ ടു B2 പ്ലസ് C2 പ്ലസ് D2 പ്ലസ് E2. എൻ്റർ അടിക്കാം. അപ്പോ സിന്ധു എന്ന് പറയുന്നയാൾക്ക് കിട്ടുന്ന ഗ്രോസ് പേ ആണിത്. താഴേക്ക് ഡ്രാഗ് ചെയ്താൽ ഓരോരുത്തരുടെയും ഗ്രോസ് പേ കിട്ടും. നെക്സ്റ്റ് PF. ഇവിടെ പറഞ്ഞിരുന്നു ഗ്രോസ് പേയുടെ 10% ആണ് PF എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈക്വൽ ടു ഗ്രോസ് പേ ഇൻറ്റു എത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിരുന്നത്? 10%. 10%. എൻ്റർ അടിക്കുക. താഴേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പൊ താഴെ വരെയുള്ള PF-ന്റെ എമൗണ്ട് കിട്ടി. PF എന്താണ്? പ്രൊവിഡന്റ് ഫണ്ട് ആണ്. ഇനി PF-ന്റെ ലോൺ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്തിട്ടതാണ്, ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളതാണ്. ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. PF ലോണ്, PF-ന്റെ തൊട്ട് അടുത്തായിട്ട് PF ലോൺ ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് TDS 20% ഫോർ ഗ്രോസ് പേ
ഗ്രേറ്റർ ദാൻ 60,000 അതർവൈസ് 10%. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന 60,000 രൂപയിൽ കൂടുതൽ ഗ്രോസ് പേ ഉള്ളയാൾക്ക് 20% TDS കട്ട് ചെയ്യും, മറ്റുള്ളവരുടേത് 10% കട്ട് ചെയ്യും. ഈക്വൽ ടു, ഇവിടെ നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ഇഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഗ്രോസ് പേ F2-ലാണ് കിടക്കുന്നത്. F2 ഗ്രേറ്റർ ദാൻ 60,000. 60,000-ൽ കൂടുതലാണെങ്കിൽ ഗ്രോസ് പേയുടെ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ F2 വീണ്ടും ക്ലിക്ക് ചെയ്ത് ഇൻറ്റു 20%, ഗ്രോസ് പേയുടെ 20%, കോമ. ഇനി അല്ലെങ്കിലോ, അല്ലാത്തവർക്ക് വീണ്ടും F2 ക്ലിക്ക് ചെയ്യുക, ഇൻറ്റു 10%. ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ നമുക്ക് TDSന്റെ വാല്യൂ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഡിഡക്ഷൻസ് ആണ്. ഇപ്പൊ നമ്മൾ ഗ്രോസ് പേ ഇവിടെ കണ്ടുപിടിച്ചു. ബേസിക് പേ, DA, HRA, TA ഇതെല്ലാം കൂടെ കൂട്ടുന്നതായിരുന്നു നമ്മുടെ ഗ്രോസ് പേ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ടോട്ടൽ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് PF ലോൺ, TDS ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ്. ഈക്വൽ ടു G2 പ്ലസ് H2 പ്ലസ് I2. എൻ്റർ. താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇതിന്റെ റിസൾട്ട് താഴേക്ക് കിട്ടും. നെക്സ്റ്റ് നെറ്റ് പേ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെറ്റ് പേ എന്ന് പറയുന്നത് ഗ്രോസ് പേയിൽ നിന്ന് ടോട്ടൽ ഡിഡക്ഷൻസ് കുറച്ചാണ്. ഈക്വൽ ടു ഗ്രോസ് പേ F2 മൈനസ് ടോട്ടൽ ഡിഡക്ഷൻസ് J2-ലാണ്. എൻ്റർ അടിക്കുക, താഴേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പേറോൾ അക്കൗണ്ടിങ് കഴിഞ്ഞു. ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്തിട്ടതായിരുന്നു. അപ്പൊ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ ആൻസർ പറഞ്ഞു തരാം. താങ്ക് യു.